ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ട്രിപ്പ് പോണേണ്. വേഗം അങ്ങോട്ടല്ല, നമ്മൾ വാഗമണ്ണാണ് കേട്ടോ പോണത്. ഒരുപാട് നാളായി നമ്മുടെ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഈ ട്രിപ്പിനോടനുബന്ധിച്ച് നമുക്ക് വേറെയും കുറേ ട്രിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ ഞങ്ങളുടെ ട്രിപ്പായി പോയി. പിന്നെ ആ ട്രിപ്പിൽ നിന്ന് വെളിയിൽ വരാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ അതാണ് വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ടൈം എടുക്കുന്നത്. പിന്നെ നമ്മൾ വിഷുവിൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 5:45 വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഇറങ്ങിയത് കാരണം നമുക്ക് കുറേ നല്ല നല്ല സ്ഥലങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റി. ഇതൊക്കെ നേരിട്ട് കാണാൻ എന്ത് ഭംഗിയാണെന്ന് എനിക്ക് ഇപ്പോഴും അത് വീണ്ടും ഇങ്ങനെ കാണാനായിട്ട് കൊതിയാവണം. ഇപ്പോൾ ക്യാമറയിലായതുകൊണ്ടിട്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന ആ ഒരു സംഭവമുള്ളൂ. ഈ റിഫ്ലക്ഷൻ നോക്കി ഈ പുഴയിൽ കാണാൻ, അതൊക്കെ എനിക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നത്. ഇതിപ്പോൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യേണ്ട കേട്ടോ ആ ട്രിപ്പ്. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് പൊറോട്ടയും മുട്ടക്കറിയും കടലക്കറിയും ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോണത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ അത്യാവശ്യം വെയിൽ വരാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു രസം അങ്ങോട്ട് മാറി. പക്ഷേ എന്നാൽ ആ ടൈം ആയപ്പോഴത്തേനും നമ്മൾ വാഗമൺ ആ ഒരു എന്താ പറയുക, ആ ഒരു റേഞ്ചിലോട്ട് കയറാൻ തുടങ്ങിയത്. കാരണം ചുറ്റിനും മരങ്ങൾ കാര്യങ്ങളായത് കാരണം അത്ര ചൂടറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, വേറെ 2 ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. നിങ്ങൾക്കറിയാൻ പറ്റും, നമ്മുടെ ഋട്ടിശില്പിയും ഹസ്ബൻഡ് നമ്മുടെ ട്രിവാൻഡ്രം ട്രിപ്പിലുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബാക്കിലാണ് കേട്ടോ. അപ്പോൾ വലിയ ജിമുണ്ടൻ ബാഗായിരുന്നു. 2 ദിവസത്തെ സാധനങ്ങളുണ്ട്. പക്ഷെ എന്നാലും ബാഗിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. അത് കാരണം വലിയ ബാഗായിട്ടിരുന്നു വെച്ചാൽ അപ്പോൾ എനിക്ക് ബാക്കിൽ തൂക്കിയിട്ടിട്ട് ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടായി. കാരണം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയാണ് ഇട്ടേക്കണത്. അപ്പോൾ ചേട്ടനെ തൂക്കിയേക്കണം കേട്ടോ കണ്ടത്. അപ്പോൾ നമ്മൾ നേരെ പോണത് പൈൻ ഫോറസ്റ്റിലോട്ടാണ്. കാരണം അത്യാവശ്യം വെയിലായ സ്ഥിതിക്ക് നമുക്ക് മൊട്ടക്കുന്ന് കാര്യങ്ങളൊക്കെ പോയാൽ പുകഞ്ഞ് പോകണത്. കാരണം നമ്മൾ പൈൻ ഫോറസ്റ്റാണ് കേട്ടോ പോണത് ഫസ്റ്റ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ കടകൾ ഇങ്ങനെ അകത്തോട്ട് കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത്രയും നേരം ട്രാവൽ ചെയ്ത് വന്നാലും നമുക്ക് ഇച്ചിരി എനർജി ഡ്രിങ്ക് കുടിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളിത്തിരി നാരങ്ങളും കുടിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചേട്ടന് കാറിലിടാനായിട്ട് ഡ്രീം ക്യാച്ചർ വേണമെന്ന് കുറേ നാളായി പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ റേറ്റ് നോക്കിയപ്പോൾ 80 രൂപ സംതിങ് ആയിരുന്നു. അപ്പോൾ നല്ലത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെയോ കണ്ട് അങ്ങനെ ഞങ്ങളതൊക്കെ നോക്കി ഈ ഒരു ബ്രൗൺ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ സംഭവങ്ങളുണ്ട്, ചായപ്പൊടി, ചോക്ലേറ്റ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു ധൃതി പിടിച്ച് ഇപ്പോഴും തന്നെ ബാഗ് നിറക്കണ്ട, പോണ വഴിക്ക് പോകുമ്പോഴത്തേനും സാധനങ്ങൾ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് വേറെ അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഡ്രീം ക്യാച്ചർ മാത്രം വാങ്ങിച്ചുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 11:15 ആ ഒരു ടൈം ആയപ്പോഴത്തേനും ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ ഇനി ഉച്ച ചെയ്ത് കാരണം പുറത്തോട്ട് ഇറങ്ങിയാൽ ഭയങ്കര ചൂടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൽ തന്നെ ഉച്ചക്കത്തേക്കുള്ള വിശപ്പാവുന്ന വരെ നമ്മൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യായിരുന്നു. കുറേ നല്ല നല്ല ഫോട്ടോസ് കാര്യങ്ങളെടുത്തു. ഇവിടെ എന്താ പറയുക, ചീവീടുകൾ മനുഷ്യൻ്റെ ചെവിയും കൊണ്ട് പോകണമായിരുന്നു ഗൈസ്. ഭയങ്കര സൗണ്ടായിരുന്നു. പിന്നെ ഇവിടെ കയറുന്നതിന് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനതവിടെ ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് കപ്പിൾസായിട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രെയിം ചെയ്ത് കിട്ടണമെന്നാണെങ്കിൽ ഇവിടെ നിന്ന് അപ്പം തന്നെ എടുക്കും. അരമണിക്കൂറോ എന്തോ എടുക്കോളം തോന്നും. പക്ഷേ പൈസ ഇത്തിരി കൂടുതലായത് കാരണം നമ്മൾ ആ ഭാഗത്തോട്ട് നോക്കിയാൽ നമ്മുടെ കയ്യിൽ ഫോണുള്ളത് കാരണം നമ്മൾ ഫോണിലെടുത്തിട്ട് തൃപ്തിയാവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇത്തിരി സ്ഥലം നോക്കി പിടിച്ച് ഈ ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്തിരിക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്നലെ ഇവിടെ മഴയായത് കാരണം നമുക്ക് മണ്ണിങ്ങനെ തൊടുമ്പോൾ അറിയാൻ പറ്റും, ഇരിക്കുമ്പോഴൊക്കെ ഒരു നനവ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ചീവീടിൻ്റെ കാര്യം എനിക്ക് പറയാനൊരു രക്ഷയില്ല, ഭയങ്കര സൗണ്ടായിരുന്നു. നമുക്കിവിടെ പീസ്ഫുള്ളായിട്ട് ഇരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ സൗണ്ട് നിങ്ങളെ കേൾപ്പിച്ച് തരാം, പക്ഷെ ഫോണിൽ എത്രമാത്രം ഇതായിട്ട് കേൾക്കും എന്ന് എനിക്കറിയില്ല. ഇതിലും ഭയങ്കര എക്സ്ട്രീമായിട്ടായിരുന്നു അവിടെ സൗണ്ട് കേട്ടോ. രണ്ടാമത്തെ കയറ്റത്തിൽ ഇരിക്കുകയാണ്. അവിടെ മരം ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് വിശപ്പാവാറായെന്ന് തോന്നിയപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്, വിശപ്പാവാറായി എന്നല്ല, വിശപ്പായി. അപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി അവിടെ നിന്ന്. അപ്പോൾ ഇറങ്ങുന്ന ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ വഴിയിലൊക്കെ. ഫാമിലിയായിട്ട് വന്നതും എനിക്ക് തോന്നുന്നു വിഷു പെരുന്നാൾ ആ ഒരു ടൈമായിരുന്നു. ഫാമിലിയായിട്ടൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ ചൂടുണ്ട്, ചൂടില്ലേന്ന് വെച്ചാലും ചൂടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയാണ് അവിടെ. അങ്ങനെ നമ്മൾ വിശന്ന് പുകഞ്ഞ് ഒരു ഹോട്ടലിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കാരണം വരുന്ന വഴിയിലുള്ള എല്ലാ ഹോട്ടലും ഫുള്ളായിരുന്നു. കാരണം വലിയ വലിയ വണ്ടികളിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു വണ്ടി ആ കടയിൽ കയറുമ്പോൾ തന്നെ, എന്താ വെച്ചാൽ വണ്ടിയിലുള്ള ആൾക്കാർ കടയിൽ കയറുമ്പോൾ തന്നെ ആ കട ഫുള്ളായിട്ടുണ്ടാകും. അങ്ങനെ ഫുള്ളായി നമ്മൾ ഈ കടയിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ പറയുന്ന അതേ ഫുഡ് സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സാധാരണ നമ്മൾ ബിരിയാണി അത് ഇതൊക്കെയാണ് പറയാറുള്ളത്. ഇത്തവണ ഹെവി ആയിട്ട് വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ചോറും കൊഴുവ ഫ്രൈയും ബീഫ് കറിയും അതുപോലെ തന്നെ തോരൻ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 4 പേരും അതൊക്കെ കഴിച്ച് നേരെ എണീക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വിശന്നിട്ടാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കട അന്വേഷിച്ച് വന്നപ്പോഴത്തേനും ലാസ്റ്റ് കിട്ടിയ കടയാണ്. അങ്ങനെ നമ്മൾ വരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് നേരെ എണീറ്റു.
ഇനി നമ്മൾ നേരെ പോകുന്നത് റിസോർട്ടിലോട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോണെടുത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് പാക്കേജുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൂമുകളായിട്ടും അതുപോലെ തന്നെ ഹട്ടുകളായിട്ടും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളതിൽ ഒരു നല്ലൊരു സുന്ദരിയായിട്ടുള്ള 2 ഹട്ടുകളാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരാൾക്ക് വരുന്നത് 1750 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു പാക്കേജിൽ തന്നെ വൈകിട്ടത്തെ ചായ കടി അതുപോലെ തന്നെ രാത്രിത്തെ ഡിന്നറ് പിന്നെ ട്രക്കിങ് വരുന്നുണ്ട്. അത് ഒന്നില്ലെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ എന്നാണ് പറയുന്നത്, സൺസെറ്റ് ഓർ സൺറൈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വരുന്നത് പിറ്റേ ദിവസത്തെ ചായ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ഇത്രയുമാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് കേട്ടോ. ടൈമിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ പിറ്റേ ദിവസം 11 മണി, അത് വേണമെങ്കിൽ 11:30 12 മണിയോ അതങ്ങനെ ആവാം. അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് എക്സ്റ്റെൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഇൻ കേസ് നമ്മൾ നേരത്തെ വരാണെന്നുണ്ടെങ്കിലും നമുക്കവിടെ റൂമിൽ കയറാവുന്നതാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ കുറച്ച് നേരത്തെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 1:30 സമയമൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ റൂമിലെത്തി. അപ്പോൾ നമുക്ക് റൂം കാര്യങ്ങളൊക്കെ കാണിച്ചാൽ നമ്മൾ ആദ്യം ഒന്ന് ഫ്രഷ് ആവാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. അപ്പോൾ ഇവിടുത്തെ ഹട്ടുകൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ റൈറ്റ് സൈഡിൽ കുറേ കുഞ്ഞു കുഞ്ഞു ഹട്ടുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാവുന്നതാണ്. ഇതിൽ ഈ ഹട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇതല്ല നമ്മൾ എടുത്തത്. ഇവിടെ ഒരു പ്രൈവസി കുറവ് ഉള്ളതുപോലെ തോന്നി, കാരണം ഇതാണ് മെയിനായിട്ട് വരുന്ന വഴി. അപ്പോൾ ഈ വഴിയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഇത് വരുന്നത്. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങേ അറ്റത്ത് കാണുന്ന 2 ഹട്ടുകൾ കണ്ടോ, ഇത് രണ്ടുമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക, വരുന്ന ആൾക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള ഹട്ടുകൾ ഒരുപാടുണ്ടാവും. ഇപ്പോൾ ഒരാളായിട്ട് വരാമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് താമസിക്കാൻ പറ്റിയതുണ്ട്, 3 ആൾക്കാണെങ്കിൽ 3 ആൾക്ക്, 2 കപ്പിൾസ് ആണെങ്കിൽ അങ്ങനെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഒരുപാട് വെറൈറ്റി ഹട്ടുകളുണ്ട് ഇവിടെ. എല്ലാം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അതിലേറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ സംഭവമാണ് എനിക്ക്. അപ്പോൾ അത്യാവശ്യം വെയിൽ കാര്യങ്ങളുള്ളത് കാരണം കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പക്ഷെ എന്നാലും എപ്പോഴെങ്കിലും കോട വരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കണമായിരുന്നു. പിന്നെ കോമൺ ബാത്റൂമാണ് കേട്ടോ. ഈ പച്ചക്കളറിൽ പെയിൻ്റ് അടിച്ചുകൊണ്ടോ, ഇത് ബാത്റൂമാണ്. ഈ ഹട്ടിൽ താമസിക്കുന്നവർക്ക് കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ്. 2-3 ഉണ്ടത്. അങ്ങനെ ഞങ്ങൾ ഫ്രഷായി കഴിഞ്ഞ് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. കാരണം ഈ വെയിലത്ത് നമുക്കിനി ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ നല്ല നല്ല ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല നല്ല സ്ഥലങ്ങളാണ്. ഈ റിസോർട്ടിൻ്റെ അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ എന്താ പറയുക സ്പെൻഡ് ചെയ്യാനുള്ള അത്രയും കാഴ്ചകളുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് കേട്ടോ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്ന ഹട്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു കട്ടിലുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് അത്യാവശ്യം എന്താ പറയുക ബാത്റൂമിൽ പോകാനാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ ബാത്റൂം ഉണ്ട് സെപ്പറേറ്റ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിന് കുറച്ച് നേരം സംസാരിക്കാമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കണതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവിടെയും ചീവീടുകൾ വരുന്നുണ്ട്. എന്താ പറയുക, അവർക്ക് തോന്നുമ്പോൾ അവർ കിടന്ന് വെച്ചെടുക്കും. പിന്നെ കുറച്ച് നേരം റെസ്റ്റാണ്, പിന്നെ കുറച്ച് നേരം വീണ്ടും വെച്ചെടുക്കും. അങ്ങനത്തെ ഒരു സംഭവം വരുന്നുണ്ടാവും. പിന്നെ ഭയങ്കര തണലാണ് ഇവിടെ. നമുക്ക് എന്താ പറയുക ഇങ്ങനെ ഇരിക്കാൻ കുറേ മരങ്ങളുണ്ട്. നമ്മുടെ ഹട്ടിലോട്ട് കയറണ ആ ഭാഗത്തായിട്ട് കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പാറകളൊക്കെയാണ് അവിടെ. ഞങ്ങൾ കുറച്ച് നേരം പാറയിലൊക്കെ ഇരുന്നു. അപ്പോൾ ഇനി നമ്മൾ പോണത് ട്രക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഒരു ചേട്ടൻ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ട്രക്കിംഗ് കഴിഞ്ഞിട്ട് ടീ സ്നാക്സ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ട്രക്കിംഗ് എന്താണെന്ന് അറിയില്ല. ഞാനപ്പോൾ എന്താണ് സംഭവം, ട്രക്കിങ്ങിൻ്റെ എവിടെയാണ് ഇവർ കൊണ്ടുപോകണത്, എങ്ങനെയാണ് സൺസെറ്റ് എന്നാണ് പറഞ്ഞത്, എന്താണെന്നറിയില്ല. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ അകത്ത് തന്നെയാണ് ട്രക്കിങ്. ഇവരുടെ ഇങ്ങോട്ട് മേളിലോട്ട് ഇങ്ങനെ ഒരു മല പോലെയാണ്, അതിൻ്റെ മേളിലോട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഒരു 5-10 സെക്കൻഡ് ഞാൻ കണ്ണ് തുറന്നിരുന്നെന്ന് തോന്നാനുണ്ട്. അതിനുശേഷം ഞാൻ കണ്ണടച്ച്. കാരണം ശരിക്കും എൻ്റെ ജീവൻ പോയി ഗൈസ്. ഇതിന് മുന്നേ എൻ്റെ ജീവൻ പോയിട്ടുള്ളത് ഞാൻ വണ്ടർലേ പോയപ്പോഴാണ്. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് അതൊന്നും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണത്. ഇവരെല്ലാവരും ഭയങ്കര കൂളായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സൗണ്ട് വന്നില്ലായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഒരു 10 മിനിറ്റ് പോലും വേണ്ട പെട്ടെന്നെത്തി. പക്ഷേ ആ പെട്ടെന്നെത്തിയതിൽ തന്നെ നമ്മുടെ ആ ഒരു കാറ്റ് പോയ പോലെ ആയിപ്പോയി. അങ്ങനെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് പേടിയുള്ളത് കാരണം അങ്ങനെ നമ്മളിവിടെ എത്തി. അതാണ് നമ്മൾ വന്നിട്ടുള്ള ജീപ്പ്. നമ്മൾ ഇങ്ങനെ കയറി പോണേണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പാറയാണ് കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ അവരുടെ ഇനി വരാൻ പോകുന്ന റിസോർട്ടുകളുടെ പ്ലാനിങ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്, അറിയില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്നു. കുറച്ച് നേരം സൂര്യനെ കണ്ടു. പിന്നെ ആളെ കാണാനില്ല. എനിക്കതിന് കോട ഇറങ്ങിയതായിരിക്കണം.
പിന്നെ നല്ല തണുപ്പിങ്ങനെ വരാൻ തുടങ്ങി. നമ്മൾ ഉച്ചയ്ക്ക് നിന്ന പോലത്തെ ഒരു കാലാവസ്ഥയല്ല, പെട്ടെന്ന് അങ്ങോട്ട് ചേഞ്ചായി. നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ സൂര്യൻ ഉണ്ടായിരുന്നു, അത്യാവശ്യം വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കോട ഇങ്ങനെ വരുന്നു, നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ച് ഇവിടെ കുറേ നേരം ഇരുന്നു, ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ കോട വരുന്നത് ശരിക്കും നമുക്കറിയുന്നുണ്ടായിരുന്നു. ഈ ഏരിയ എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണ്, റിസോർട്ടിൻ്റെ തന്നെ ഏരിയയാണ്. ആ കാണുന്നതാണ് തങ്ങൾപ്പാറ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ആൾക്കാർ നിൽക്കണേ കാണാൻ പറ്റുന്നുണ്ടാവുന്നിങ്ങനെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വന്നത് വെച്ചിട്ട് തന്നെ എനിക്ക് നെഞ്ചുവേദന എടുക്കണം. അപ്പോൾ ഇപ്പോൾ കാണിച്ചിട്ടുള്ള തങ്ങൾപ്പാറയിലൊക്കെ ശരിക്കും ജീപ്പ് കയറുമെന്നാണ് പറയണത്. അവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ നിൽക്കണം, നിങ്ങൾ കണ്ടല്ലോ, അവിടെ വരെ ജീപ്പ് കയറ്റും എന്നാണ് പറയണത്. അതെന്ന് വെച്ചാൽ ശരിക്കും പാറയാണ്, അപ്പോൾ പാറയുടെ പുറത്ത് കൂടിയാണ് ജീപ്പ് കയറ്റണത്. അപ്പോൾ അവിടെയൊക്കെ കയറിയിരുന്നെങ്കിൽ കാറ്റ് പോയ വഴി പോയാൽ അങ്ങനെ അത്യാവശ്യം കോട വന്ന് ഇപ്പോൾ ആൾക്കാരെ കാണാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടോ. ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണയാണ് താഴത്തോട്ട്. അപ്പോൾ താഴത്തോട്ട് പോണത് വേറെ വഴി കൂടിയാണ്. മറ്റേ നമ്മൾ റിസോർട്ടിൻ്റെ അകത്ത് കൂടിയാണ് മേളിലോട്ട് കയറിയത്. ഇനി പുറത്ത് കൂടിയാണ് നമ്മൾ റിസോർട്ടിലോട്ട് പോണത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങുന്ന ടൈമായപ്പോൾ ജീപ്പിൽ വേറൊരു ചേട്ടനും കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വന്നതുപോലെ എല്ലാം തിരിച്ച് പോകുമ്പോയിരിക്കണം കേട്ടോ. ഞാൻ റെഡ് ഷിൽപ്പയും കൂടി ബാക്കിലിരുന്നു. അതിൻ്റെ ബാക്കിൽ 2 പേർക്ക് നിന്ന് പോകാനായിട്ടുള്ള ഒരു സംഭവം ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ പൊതുവേ എല്ലാവരും അങ്ങനെ ഇരിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ കുറേ പേര് അതുപോലെ ഇരുന്നിങ്ങനെ ഇതുപോലെ വീഡിയോസൊക്കെ ഇട്ടത് ഞങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. സേഫാണ് സംഭവം, നല്ല രസമാണ്, അങ്ങനെ ഇതിനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ കയറ്റി. ഇവർ കയറാൻ സമ്മതിച്ചിട്ട് ഞങ്ങൾ സമ്മതിച്ചില്ലായിരുന്നു, പേടിച്ചിട്ട്. പക്ഷെ സംഭവം നല്ലതായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളും കയറി നിന്നു. ഇച്ചിരി പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും അതുപോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ കയറി അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഇറങ്ങിയപ്പോൾ. അതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ കറക്റ്റായിട്ട് ഇവരെത്തിച്ചു. അതിനുശേഷം നമ്മൾ ഇനി ചായയും കടിയും കഴിക്കാനായിട്ട് പോകണതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവരുടെ ഡൈനിങ് ഹോള് വരുന്നത്. അപ്പോൾ നമുക്ക് ചായ ഉണ്ടായിരുന്നു, ഇവിടെ ബ്രെഡ് പൊരിച്ചതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രെഡ് പൊരിച്ചതും ചായയൊക്കെ കുടിച്ച് പിന്നെ അതിനൊന്ന് ഫ്രഷായിട്ട് നമുക്ക് കുറച്ച് നേരം റൂമിൻ്റെ അവിടെ പോയി ഇരിക്കാം, ഹട്ടിൻ്റെ അവിടെ പോയി ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കണേ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇടിമിന്നണതൊക്കെ നോക്കി നിന്ന്. പിന്നെ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നമ്മുടെ ഹട്ടിൻ്റെ ലുക്കൊക്കെ ആകെ മാറി. പിന്നെ നമ്മൾ പോയപ്പോൾ കണ്ട ഒരു ലുക്കല്ല കേട്ടോ. ഇവിടെ മരത്തിൻ്റെയൊക്കെ മൂട്ടിൽ കുറേ ലൈറ്റൊക്കെ വെച്ച്, പച്ച മഞ്ഞ ലൈറ്റ്, അതേപോലെ തന്നെ കുറേ സീരീസിറ്റൊക്കെ വെച്ച് ആകെ നമ്മൾ നേരത്തെ കണ്ട ഒരു ലുക്കേ അല്ല, സംഭവം ആകെ മാറി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഈ ലൈറ്റിൻ്റെ ആണോ എന്താണോന്ന് അറിയില്ല, എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് നോക്കിയാൽ നമ്മുടെ ഹട്ട് കാണാൻ എന്ത് രസമാണ്. നമ്മുടെ ഹട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ഹട്ടിൻ്റെ ഫ്രണ്ടിലുണ്ട് അങ്ങനെ. അപ്പോൾ അവിടെ നമുക്ക് ഇരിക്കാനും നല്ല രസമാണ്. ആ ഒരു തണുപ്പും അതുപോലെ തന്നെ നമ്മുടെ ചീവീടുകളുടെ സ്ഥലത്ത് പറയണ്ട. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 6:45-7 മണിയായപ്പോൾ തന്നെ ദേ അവിടെ നിന്ന് കോട വരാൻ തുടങ്ങി. അങ്ങേ അറ്റത്തുനിന്ന് നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ വരുന്ന നമുക്ക് ഇങ്ങനെ കറക്റ്റ് കാണാൻ പറ്റും. നമ്മളിവിടെ ഈ പുകടപ്പിൽ നിന്ന് വന്ന പോലെ ആണ് അവിടെ കോട ഇങ്ങനെ വന്നത്. അത്യാവശ്യം അങ്ങ് ദൂരത്തുനിന്ന് വന്ന് 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 നമ്മുടെ റൂമിലോട്ടൊക്കെയായി അങ്ങോട്ട് ഫുള്ളും ഇങ്ങനെ പരന്ന്. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു, നമുക്കൊട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ശ്വാസം മുട്ടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇതാവുമെന്നാണ് പറയണത്. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. റെഡ് ഷിൽപ്പൊക്കെ ശ്വാസം മുട്ടായത് കാരണം അയാൾ ടെൻഷൻ അടിച്ചിട്ടിരിക്കണമായിരുന്നു, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇനി നമ്മുടെ വ്യൂ പോയിൻ്റ് പോലൊരു സംഭവം കെട്ടി വെച്ചിട്ടുണ്ടല്ലോ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി പോണേണ്. കണ്ടോ, കാണുന്നതാണ് നമ്മുടെ ഹട്ട്. നമ്മളപ്പോൾ ഇവിടെ വന്ന് ഇരുന്നിട്ടോ. കണ്ടോ, ഭയങ്കര കോടയായി ഇവിടെയൊക്കെ. നമ്മുടെ അവിടെയുള്ള സ്ഥലങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ചേട്ടനൊക്കെ ഇരിക്കണം. ഓക്കെ, അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും യൂട്യൂബിൽ എന്തെങ്കിലും കാണാമെന്ന് ഓർത്ത് വെറുതെ അർജുൻ്റെ വീഡിയോസ് കാണുകയാണ്, റോസ്റ്റിങ്ങിൻ്റെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതൊക്കെ കണ്ടു കഴിഞ്ഞ് നന്നായിട്ട് വിശക്കണ്ട കേട്ടോ. ഇവർ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഫുഡ് തന്നത്. അപ്പോൾ കാരണം വിശപ്പിൻ്റെ വിളി വന്നതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതൊരു ഡിലേ ആയിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ
ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങണേണ്. അപ്പോൾ താഴത്തോട്ട് പോകണം. അവിടെയാണ് കേട്ടോ ഡൈനിങ് ഹാള്. അപ്പോൾ അവിടെ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോകണേണ്. അപ്പോൾ ഇവിടെ ഡിന്നറിന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗീ റൈസ് ഉണ്ടായിരുന്നു, പിന്നെ ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതെല്ലാം കൂടി കഴിച്ചിട്ട് നേരെ ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ട് കുറച്ച് നേരം. അപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. അതായത് ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വരുന്നപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. ഇവിടെ നിന്ന് എണീറ്റ് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഇവിടെ DJ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ വിചാരിച്ച് ഞങ്ങൾ 4 പേര് മാത്രമാണ്, പക്ഷേ നല്ല ആൾക്കാരുണ്ടായിരുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. വേറെയും റൂംസായിട്ട് എടുത്തതൊക്കെ ഉണ്ടായിരുന്നു. ഹട്ടുകളിൽ ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും റൂംസായിട്ട് എടുത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാഗമൺ Day 1 വീഡിയോ. അപ്പോൾ Day 2 വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇനി നേരെ കിടന്നുറങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.